ഇന്ന് കുട്ടികളെ കൊണ്ട് ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യിക്കാതെ ഇരുന്നാൽ അവരവസാനം വളരെ യൂസ്ലെസ് ആയിട്ടുള്ള മനുഷ്യരായിട്ട് മാറുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ പലപ്പോഴും ഇന്ന് അവോയ്ഡ് ചെയ്യുന്ന ആ റെസ്പോൺസിബിലിറ്റിയാണ് നാളെ ഒരു മനുഷ്യൻ്റെ ബേർഡനായി മാറുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികളെ വളരെ കേപ്പബിളായിട്ടുള്ള, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള മനുഷ്യരായിട്ട് അങ്ങനെ മാറ്റാം. പല പേരൻസും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉത്തരവാദിത്തമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റാം, ഭൂമിക്ക് ഭാരമാകാത്ത ഒരു തലമുറയെ എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാം. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പല മുതിർന്ന കുട്ടികളുടെയും പേരൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് കുട്ടികൾക്കൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അവരെ വീട്ടിലെ യാതൊരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്നില്ല. എന്തെങ്കിലും അവരോടൊന്ന് പറഞ്ഞാൽ തന്നെ പിന്നാട്ടെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന സ്വഭാവമാണ്. പലപ്പോഴും ഇത് പറയുന്ന പേരൻസൊക്കെ തന്നെ ഒരു ലേറ്റർ ടീനിൽ അല്ലെങ്കിൽ ഒരു 15 വയസ്സിന് ശേഷം ഉള്ള കുട്ടികളുടെ പേരൻസാണ്, അല്ലെങ്കിൽ വളരെ മുതിർന്ന കുട്ടികളുടെ പേരൻസാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളിൽ ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ചൈൽഡ്ഹുഡ് മുതൽ, ഒരു ബാല്യം മുതൽ തന്നെ അതിന് പരിശ്രമങ്ങൾ ആവശ്യമാണ്. ഇപ്പം തന്നെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി മുതൽ, ഒരു ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റി മുതൽ, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ വേൾഡ് എൻവയോൺമെൻറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളിൽ കുട്ടികൾ ഉത്തരവാദിത്തമുള്ളവരായി മാറിയെങ്കിൽ മാത്രമേ അവരൊരു നല്ല ഇഫക്റ്റീവ് സിറ്റിസനായിട്ടും ഒരു ഇഫക്റ്റീവ് പേഴ്സണായിട്ടും ഒക്കെ നാളെ മാറത്തുള്ളൂ. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത് തന്നെ അതിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് പുള്ളിക്ക്, ആ വ്യക്തിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ, സ്വന്തമായ റെസ്പോൺസിബിലിറ്റി ആണ് അതെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ കുട്ടികളിൽ ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ചെറിയ പ്രായം മുതലേ, ഇപ്പം ആഹാരം പോലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ചെറിയ പ്രായം മുതലേ അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ലൈഫിലും, ഓരോ ഏജിലും അവർക്ക് കൊടുക്കാവുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ വളരെ കുഞ്ഞായിരിക്കും, 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവർ കളിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൃത്യമായിട്ട് എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളെ പല കാര്യങ്ങളിലും അവരെ കൊണ്ട് സഹായിപ്പിക്കുക. 3 വയസ്സും 4 വയസ്സും ഒക്കെ ആകുമ്പോൾ അവരുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ, ഇപ്പോൾ ഡ്രസ്സായി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, ആഹാരം കഴിക്കുക, ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെ വൃത്തിയാക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ മുതലേ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുത്ത് പഠിപ്പിക്കണം. ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം, പെട്ടെന്ന് മനുഷ്യൻ്റെ കയ്യിലേക്ക് കുറച്ച് പണവും സൗകര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നാളെ ഔട്ട്സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ സെർവൻസ് ഉണ്ട്, പിന്നെ എന്തിനാണ് കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വളരെ വികലമായ ഒരു വ്യക്തിത്വം പല പേരൻസിലുമുണ്ട്, ഗ്രാൻഡ് പേരൻസിലുണ്ട്. അതേസമയം നമ്മൾ വലിയ രാജ്യങ്ങൾ, വളരെ സമ്പന്നമായ രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ എത്ര വലിയ ആൾക്കാരുടെ മക്കളാണെങ്കിൽ പോലും അവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആ കുട്ടികളെ ശീലിപ്പിക്കുന്നു. വളരെ ചെറിയ കാലം മുതലേ ശീലിപ്പിക്കുന്നു. അവർ സ്വന്തമായിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കാനും, സ്വന്തമായിട്ട് അവരുടെ ജോലികളൊക്കെ സ്വന്തമായിട്ട് അവരുടെ പെറ്റ്സിനെ നോക്കുക, സ്വന്തമായിട്ട് അവർ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെറിയ പ്രായം മുതലേ അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. കാരണം അവിടെയൊന്നും ഈ ജോലിക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ഇങ്ങനെ എല്ലാത്തിനും ഏതിനും മറ്റുള്ളവരെ വിളിച്ച് സഹായിപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല. പേരൻസ് കുട്ടികളെ അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിലും പേരൻസ് ഹെൽപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ, കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ സ്കിൽഫുള്ളായി മാറുന്നു. മാത്രമല്ല ലൈഫിൻ്റെ ഒരു ഓണർഷിപ്പ്, എൻ്റെ ജീവിതം എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിലുള്ളൊരു ഓണർഷിപ്പ് വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾ എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ പറയുന്നതാണ് അവൻ മടിയനാണ്. ശരിക്കും പറഞ്ഞാൽ മടിയൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ല അങ്ങനെ. കാരണം നമ്മൾ അവരെ മടിയരാക്കുന്നതാണ്. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് ഓവർവീമിംഗ് ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോൾ തുണി, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ചു വാരിയിടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മളൊരിക്കലും നമ്മളെപ്പോഴും അതിൻ്റെ പുറകിന് പോവുകയാണെങ്കിൽ അവരൊരിക്കലും സിസ്റ്റമാറ്റിക് ആവില്ല. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, ആ മുഷിഞ്ഞ തുണിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ അവൻ അറിയത്തില്ല. ശരിയാണ്. അങ്ങനെ നമ്മൾ പുറകിന് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടികൾ ഒന്നും ലേൺ ചെയ്യില്ല. നിങ്ങൾ ഒരു കാര്യം
കാര്യമെങ്കിലും അവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ പുറകിൽ നടക്കാതിരിക്കുക. അനാവശ്യമായിട്ട് അവർക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുക. ഇന്ത്യൻ പേരൻസിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം കോമ്പൻസേഷനായിട്ട് അവർ വാങ്ങിക്കുന്നത് കുട്ടി പഠിച്ചാൽ മതി, അല്ല നീ അത് പഠിച്ചാൽ ഞാനിതെല്ലാം ചെയ്യും. പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളെല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തൊരു പ്രത്യേകതയുണ്ട്, ഈ പഠിക്കുന്ന കുട്ടികൾ പൊതുവേ കഴിവില്ലാത്ത കുട്ടികളായിട്ട് മാറാറുണ്ട്. കാരണം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ട്യൂഷന് കോച്ചിങ് എല്ലാം കഴിയുമ്പോൾ കുട്ടി ടയേർഡാവുന്നു. അപ്പോൾ അവൻ്റെ ലൈഫിൻ്റെ കാര്യങ്ങളൊന്നും അവൻ ചെയ്യേണ്ട, അതെല്ലാം നമ്മൾ ചെയ്തു തരും, നീ പഠിച്ചാൽ മാത്രം മതി, നീ പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് വളർത്തുന്ന കുട്ടികൾ എന്ത് സംഭവിക്കുന്നു, ഒരു പ്രായം കഴിയുമ്പോൾ ഇവർക്ക് ബേസിക് സ്കിൽസ് ഒന്നും ഉണ്ടാവത്തില്ല, ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഒരു നോളജ് ഉണ്ടെങ്കിൽ തന്നെ ആ നോളജിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് വീട്ടിലൊരു ഫ്യൂസ് പോയാൽ, ഒരു കറണ്ട് പോയാൽ പോലും ആ എഞ്ചിനീയർ പയ്യനെ കൊണ്ട് ആ കറണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം എല്ലാം തിയററ്റിക്കലാണ്. ഇത് കുറേ അക്കാഡമിക്കലി മിടുക്കരാക്കി കുറേ ആൾക്കാരെ കൊണ്ടുവരും. നമ്മൾ വിദ്യാഭ്യാസത്തിൽ എടുത്ത് നോക്കിയാൽ ഇതേ പ്രശ്നം തന്നെയാണ്. അക്കാഡമിക്കലി എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു, എത്ര കണ്ട് സ്കിൽഫുള്ളാണ് കുട്ടികൾ, ഒരു സാഹചര്യം വന്നാൽ അതിനെ അവരെങ്ങനെ നേരിടുന്നുണ്ട്, ഒരു പ്രയാസം വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആ കുട്ടികൾ ഏറ്റെടുക്കുന്നുണ്ടോ, ഇതെൻ്റെ പ്രോബ്ലമാണ്, എനിക്ക് ഇതിനകത്തൊരു സ്റ്റേക്ക് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന എത്ര കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കാതെ കൊണ്ടുവരിക. ആക്ച്വലി വി ആർ മേക്കിംഗ് അവർ ചിൽഡ്രൻ ഡിസേബിൾഡ് ബൈ ഹെൽപ്പിംഗ് ദം. ഒരു ആവശ്യമില്ലാതെ, ഒരു കാരണവും ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെൽപ്പെല്ലാം കൊടുത്തിട്ട് വി ആർ മേക്കിംഗ് ദം ഡിസേബിൾഡ്. ഇവർ നല്ല എബിലിറ്റിയുള്ള കുട്ടികളായിട്ട് ജനിക്കുകയാണ്. ആക്ച്വലി അവർ കേപ്പബിളായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ നമ്മൾ അവരെ ഇൻകേപ്പബിൾ ആക്കുകയാണ്, നമ്മൾ അവരെ ഡിസേബിൾഡ് ആക്കുകയാണ്. എന്നിട്ട് പറയുന്നത് അവർ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു പക്ഷേ പേരൻസിന് അത്രയും സമയം കിട്ടാതെ വരികയോ അല്ലെ പേരൻസിന് അന്നേരം കുറച്ചുകൂടെ അവർ കരിയറിലൊക്കെ ബിസി ആവുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അപ്പോഴത്തേക്ക് അവർ ടോട്ടലി ഡിസേബിൾഡ് ആയി കഴിയും, അവരെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പം കുട്ടികൾ മോട്ടിവേറ്റഡ് അല്ല, ഒരു കാര്യം ചെയ്യാൻ അവർക്കൊരു മോട്ടിവേഷൻ ഇല്ല, അവരൊട്ടും ഗ്രേറ്റ്ഫുൾ അല്ല. കാരണം എനിക്കിങ്ങനെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് തിരിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നില്ല, ഒരു എമ്പതി ഉണ്ടാവുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൊക്കെ പ്രധാനമാണ് പലരും സെൽഫിഷാണ്. ഒരു പക്ഷേ ഇതിലൊക്കെ വീട്ടിലെ ഒരു ഫാമിലിയിലെ വാല്യൂ സിസ്റ്റവുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. ചെറിയ പ്രായത്തിലെ കുട്ടികളൊക്കെ വളർന്ന് നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നീ അങ്ങനെയൊക്കെ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്താൽ നിനക്കെന്ത് പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്ന പേരൻസ് ഉണ്ട്. അത്തരം പേരൻസൊക്കെ വികലമായ ഒരു വ്യക്തിത്വത്തെയാണ് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് ചുറ്റുപാടുമുള്ളവരെ മനസ്സിലാക്കാൻ, അവിടേക്ക് ഒരു ആവശ്യം വന്നാൽ അങ്ങോട്ട് നീങ്ങി നിൽക്കാനും ഒക്കെ കഴിയണം. അപ്പോൾ അതിനൊക്കെ കുട്ടികളെ നമ്മൾ ചെറിയ പ്രായത്തിലെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് ഓടിച്ചെന്ന് ആക്ട് ചെയ്യാൻ കഴിയണം. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇത് രണ്ടും കുട്ടികളിലുണ്ടാവണം. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഒരു പരീക്ഷയൊക്കെ വരുമ്പോൾ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഏറ്റെടുക്കാൻ ഒരു ഹൈസ്കൂൾ മുതൽ കുട്ടികൾക്ക് കഴിഞ്ഞാൽ അവിടെ പേരൻസിന് പുറകോട്ട് മാറാം. അത് ചെറിയ പ്രായം മുതലേ പതുക്കെ അവരെ ഹെൽപ്പ് ചെയ്യണം. ശരിയാണ്, പേരൻസ് കൂടെ അതിനകത്ത് പോയി ഇൻവോൾവ് ചെയ്താൽ 10 മാർക്ക് കൂടുതൽ കിട്ടുമായിരിക്കും. പേരൻസ് ഒന്ന് വിഡ്രോ ചെയ്താൽ ചിലപ്പോൾ 10 മാർക്ക് കുറയുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ആ കുറഞ്ഞ 10 മാർക്കാണ് ആ കൂടിയ 10 മാർക്കിനേക്കാളും നല്ലതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത ട്യൂഷൻ, ആവശ്യമില്ലാത്ത കോച്ചിങ് ഇതെല്ലാം കൊടുക്കുമ്പോൾ നമ്മളൊരു ബ്രോയിലർ ചിക്കനെയാണ് വളർത്തിയെടുക്കുന്നത്. ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അതിന് കേപ്പബിലിറ്റി ഇല്ല, അത് ഡിസേബിൾഡാണ്, അത് മറിഞ്ഞടിച്ച് താഴെ വീഴും. നേരെ മറിച്ച് നല്ലൊരു കരുത്തനായ മനുഷ്യനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം? അപ്പോൾ അവർ സഹായിക്കാനൊക്കെ ചെറിയ പ്രായത്തിലെ അവരെ ഹെൽപ്പ് ചെയ്യണം. അടുത്ത വീട്ടിലൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ അങ്ങോട്ടൊക്കെ അവരെ വിടണം. പല കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. അവരുടെ കാര്യങ്ങൾ മാത്രമല്ല, കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീടൊന്ന് വൃത്തിയാക്കിയിടുക, ബാത്റൂം ഒന്ന് വൃത്തിയാക്കിയിടുക, കുറച്ച് പാത്രം കഴുകി വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സമൂഹത്തിലും കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളിൽ, സ്കൂളിലൊക്കെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ സഹായിക്കണം. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതിലൊക്കെ അവർ ഇടപെടുമ്പോൾ, അതിലൊക്കെ ടീച്ചേഴ്സ് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമ്പോൾ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പേരൻസിന് കഴിയണം. ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത വെറും മണമുണയപ്പന്മാരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാറും. പലപ്പോഴും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒന്നിനും എല്ലാ സാധനങ്ങളും അവർ വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, കളയുന്നു. ഒന്നിനെ ഒന്ന് റിപ്പയർ ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല.
ഇപ്പോൾ ഒരു ഷർട്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വീണ്ടും അത് വൃത്തിയായി തിരിച്ചു വരുന്നതെന്ന് അവർക്കറിയത്തില്ല. ഒരു ഭക്ഷണം എങ്ങനെയാണ് ടേബിളിൽ വരുന്നതെന്ന് അവർക്കറിയത്തില്ല. ഇതൊക്കെ ഈ പ്രോസസ്സിലൂടെയൊക്കെ അവരെ കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അവർ ജീവിക്കാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതും കൂടെയൊക്കെ ആവശ്യമാണ്. പഠിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം. ഇനി വേറൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളാണ്. അവരെയും നമ്മൾ ഒരിക്കലും കേപ്പബിൾ ആക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇതിന് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജിനെ നമ്മൾ ചെറിയ പ്രായം മുതലേ എൻകറേജ് ചെയ്യണം. അവർ കൊള്ളാവുന്നവരാണ്, അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, എല്ലാ കാര്യത്തിലും ഹെൽപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മിടുക്കരായ ആൾക്കാർ. അതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ടാലൻറ്റുകളോ അവരുടെ കഴിവുകളോ ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരെ കുറേ കൂടെ ആക്റ്റീവ് ആക്കണം, കുറച്ചുകൂടെ എനർജി ഉള്ളവരെ ആക്കണം. അവരുടെ ഹാപ്പി ഹോർമോൺസിനെയൊക്കെ കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ സഹായിക്കണം. എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികളെ നിരന്തരമായി ഇടപെടുത്തണം. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കുകയും ഫ്രണ്ട്ഷിപ്പും എന്തെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ അവരെ ചെറിയ പ്രായം മുതലേ സഹായിക്കുക. ചെറിയ പ്രായം മുതലേ അവരെ ആക്റ്റീവായി നിലനിർത്തുക. അമിതമായി ഭക്ഷണവും കഴിച്ച് മടിയരായിരുന്ന് സ്ക്രീനും കണ്ടിരിക്കുന്ന ഒരു തലമുറ അവസാനം ഒരു രാജ്യത്തിന് ബാധ്യതയായി മാറത്തേ ഉള്ളൂ. അവരിൽ കുറേ പേര് രോഗികളാകും, കുറേ പേര് അഡിക്റ്റഡ് ആകും, കുറേ പേര് ഒരു പ്രവർത്തനവും ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്തവരായി മാറും. ഇത് വലിയ അപകടകരമായ കാര്യമാണ്. അപ്പോൾ കുട്ടികൾ എല്ലാ പേരൻസിനോടുമാണ് പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നവരോ പഠിക്കാത്തവരോ ആയിക്കോട്ടെ, പക്ഷെ എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ പഠിച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സന്നദ്ധത കാണിച്ചാൽ, അവരവരുടെ തന്നെ ഉത്തരവാദിത്വവും അവർക്ക് ചുറ്റുമുള്ള ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തരാക്കിയാൽ അത്രയും മാത്രം മതി. അവർ ജീവിതത്തിൽ വിജയിക്കും, ഒരു സംശയവുമില്ല. ഒരു സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന, ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന കുട്ടികൾ എവിടെയാണ് പരാജയപ്പെടുന്നത്? ഇത്തരം കുട്ടികളെയാണ് എല്ലാവർക്കും ആവശ്യം. കാര്യപ്രാപ്തി എന്നൊക്കെ പറയുന്നത് അതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരികമായൊരു ബുദ്ധിശക്തിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി കാര്യപ്രാപ്തിയോടെ പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. ഇതൊന്നും ആരും നോക്കുന്നില്ല. കുറേ മാർക്ക് വാങ്ങിക്കുക, കുറേ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ ജയിപ്പിക്കുക, ഇല്ല അത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവനെ മണ്ടനാണ്, കൊള്ളത്തില്ല, മടിയനാണെന്ന് പറഞ്ഞ് തള്ളുക. അതല്ല വേണ്ടേ. അവരെ നമുക്ക് എല്ലാത്തിലും ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അതിൽ പഠിക്കാൻ കഴിവുള്ളവർ മാത്രം പോരാ. നമ്മൾ ലോകത്തിലെ ഏത് പ്രോജക്റ്റ് എടുത്താലും അതിൽ ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ളവൻ വേണം, പ്ലാൻ ചെയ്യാൻ കഴിവുള്ളവൻ വേണം, ഫിസിക്കൽ എഫേർട്ട് ഇടാൻ കഴിവുള്ളവൻ വേണം, സംസാരിക്കാൻ കഴിവുള്ളവർ വേണം. അപ്പോൾ വെറൈറ്റി ഓഫ് ആൾക്കാർ ചേരുമ്പോഴാണ് ഒരു ടീം ഉണ്ടാകുന്നത്. ഈ ലോകത്തിലെ ഏത് പ്രവർത്തനത്തിനും വ്യത്യസ്തതകളുള്ള ഒരുപാട് വൈവിധ്യങ്ങളായ ഒരുപാട് പേരുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും വിലയുണ്ട്. എല്ലാ ആൾക്കാരെയും വാല്യൂ ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പഠിക്കുന്നവരെ മാത്രം കുറേ മിടുക്കരാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് സംഭവിക്കുന്നു? ഈ പഠിച്ചവരും അവസാനം ഒന്നിനും കേപ്പബിൾ അല്ലാതായി മാറും. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഒരു റെസ്പോൺസിബിലിറ്റി കോഷ്യൻ്റ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും വേണം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ചെയ്യാനും. അപ്പോൾ നമുക്ക് ആ ഓരോരോ സാഹചര്യത്തിലും വരുന്ന കാര്യങ്ങളനുസരിച്ച് പെരുമാറാൻ എല്ലാവരെയും പഠിപ്പിക്കുക, മനുഷ്യരോട് ഇടപെടാൻ പഠിപ്പിക്കുക. അതൊക്കെ ഉത്തരവാദിത്വമാണ്. വീട്ടിലൊരാൾ വന്നാൽ അവരോടൊരു 2 മിനിറ്റ് സംസാരിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. വീട്ടിലൊരാൾ വന്നാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് സെർവ് ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ ചുറ്റുപാട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. വീട്ടിലെ ഭക്ഷണം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. വീട്ടിലെ ക്ലെൻലിനെസ് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അവനവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ ശീലിപ്പിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാകും. ഒന്നിനും കൊള്ളാത്ത, ഒരു മനുഷ്യ സാധ്യതകളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ വളരെ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ ആൾക്കാരായിട്ട് നമ്മുടെ ആൾക്കാർ മാറും. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കുറേ ജോലിയല്ല, അതൊരു ക്യാരക്ടറാണ്. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. കുറേ ജോലികൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് റെസ്പോൺസിബിൾ ആകുന്നില്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറാണ്, ഒരു സ്വഭാവ ഗുണമാണ് ഒരു ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനായി നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പം തൊഴിലില്ല എന്നാണ് പലരും പറയുന്നത്. ഞാൻ ഒരാളോട് ചോദിച്ച പോലെ ജോലിയൊന്നുമില്ല, അവൻ പറഞ്ഞാൽ ആർക്കും ജോലിയില്ല എന്ന് പറയുമ്പോൾ എത്ര നെഗറ്റീവായിട്ടുള്ളൊരു ആൻസറാണ്, എത്ര ലോജിക്കലായിട്ടുള്ളൊരു ആൻസറാണ്. എനിക്ക് ജോലിയില്ല എന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നവും അത് മറികടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാകുമ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ജോലി കിട്ടുന്നത്. അല്ല, ആർക്കും ജോലിയില്ല എന്നുള്ളത് ഒരു ഉത്തരവല്ല. അപ്പം ആ തരത്തിലാണ് നമ്മൾ ആൾക്കാരുടെയൊക്കെ പേഴ്സണാലിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ റെസ്പോൺസിബിലിറ്റി ഒരു ഡിസിപ്ലിനാണ്. ചെറിയ പ്രായം മുതലേ അവരെ ഡിസിപ്ലിൻഡായിട്ട് ഓർഗനൈസ് ചെയ്താൽ ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ആ ഒരു ഡിസിപ്ലിനകത്തുണ്ടായിരിക്കണം. ഒരു കുട്ടിയുടെ ജീവിതം രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്.
മറ്റുള്ളവർക്കൂടെ ഭക്ഷണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പാത്രം കഴുകുന്ന അമ്മയുടെ ജോലിയല്ല. അതൊക്കെയാണ് കുഴപ്പം. പാത്രം കഴുകുന്ന അമ്മയുടെ ജോലിയാണ്, ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മയുടെ ജോലിയാണ്. അങ്ങനെ ഒരു ജോലിയൊന്നുമില്ല. അങ്ങനെ അമ്മയെ അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. പണ്ട് കാലത്ത് അവർക്ക് ജോലി ഇല്ലായിരുന്നതുകൊണ്ട് അവർ വീട്ടിലെ ജോലികളൊക്കെ കൂടുതൽ ചെയ്യും. ഇപ്പോൾ അമ്മമാർക്കൊക്കെ ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മമാരെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് എല്ലാവരും അവരവരുടെ ഈ കോമൺ ആയിട്ടുള്ള ജോലികളല്ല എല്ലാവരുടെയും കൂടെ ജോലിയാണ് എന്നുള്ള വലിയ ഉദാത്തമായ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടായി. അതൊക്കെ കുടുംബജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയും എനിക്ക് തോന്നുന്നു പുരുഷന്മാർ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികൾ ചിലരൊക്കെ വളരെ നെഗറ്റീവായിട്ട് പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഞങ്ങളെ ഒന്നും ജോലിക്ക് അങ്ങനല്ല. അവന് പേഴ്സണൽ, അതിന് ജെൻഡറൊന്നുമില്ല, പേഴ്സണൽ ഉത്തരവാദിത്തങ്ങൾ. എനിക്കറിയാം പല പെൺകുട്ടികളും അവർ ഒരു കസേരയിൽ നിന്ന് പോലും അനങ്ങാതിരുന്ന് ജീവിക്കുന്ന കുട്ടികളുണ്ട്. അവർ പഠിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കുട്ടികളൊക്കെ തൊഴിൽ രംഗത്തേക്ക് വരുമ്പോൾ ടോട്ടലി മിസ്ഫിറ്റാണ്. അങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് കുറേ പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഒരു അറിവിനെ അപ്ലൈ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. അവനവൻ ജീവിക്കുന്ന ചുറ്റുപാടിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ആക്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി, ലീഡർഷിപ്പും ഒക്കെ ഉള്ളവരായിരിക്കണം. ഇത്തരത്തിലൊക്കെ പേരൻസും ചിന്തിക്കുക, ടീച്ചേഴ്സും ചിന്തിക്കുക. നമ്മളുടെ മാനവശേഷി വളർന്നു വരുന്നത് കേപ്പബിളായിട്ടല്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും നമ്മൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, സിറ്റിസണറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അഴിമതിക്കെതിരെയും പിന്നെ അനീതിക്കെതിരെയും അല്ലെങ്കിൽ പ്രചരിക്കുന്ന അസത്യത്തിനെതിരെയും ഒക്കെ പോരാടാനുള്ള കരുത്ത്, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിൻ്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വളർത്തുമ്പോൾ ഒരു കാര്യം എല്ലാവരും ഓർക്കണം. നമ്മളിന്ന് അനുഭവിക്കുന്നതെല്ലാം ആരൊക്കെയോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നേടിത്തന്നതാണ്. എങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിലും ഒരുപാട് സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവണം. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നൊരു ലോകത്ത് കൊള്ളക്കാരായിരിക്കും രാജ്യം ഭരിക്കുന്നത്. കാരണം എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം നോക്കിപ്പോൾ അപ്പോൾ വളരെ മോശപ്പെട്ട ആൾക്കാർ ഭരണ രംഗത്തേക്കൊക്കെ വരികയും അവരവരുടെ തോന്നിവാസത്തിന് കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. നല്ലവർ മാറി നിൽക്കുമ്പോൾ മോശപ്പെട്ടവർ വന്ന് ഈ രംഗത്തെല്ലാം പ്രവർത്തനം ആരംഭിക്കും. അതുകൊണ്ട് വളർത്തിയെടുക്കുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് കേപ്പബിൾ അല്ലെങ്കിൽ വലിയ ട്രാജഡിയിലേക്കായിരിക്കും നമ്മൾ നടന്നു നീങ്ങുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.